അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ദൈവം നമുക്ക് തന്ന ജീവൻ എത്രമേൽ വിലയേറിയതാണെന്ന് പല തവണ നാം ദൈവവചനത്തിലൂടെ കേട്ടിട്ടുണ്ട്. അത്രമേൽ വിലയേറിയ ജീവനെ വിലയില്ലാത്തതായി കാണണമെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒന്ന് മുന്നിലുണ്ടാകണം. പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് അതെന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. പറയാനുണ്ടായ സാഹചര്യവും ശ്രദ്ധേയമാണ്. അദ്ദേഹം ഒരു സുവിശേഷ പര്യടനം പൂർത്തിയാക്കി യെരുശലേമിലേക്കുള്ള യാത്രാമധ്യേ പല പട്ടണങ്ങളിലും വെച്ച് അദ്ദേഹത്തിന് നേരിടാനുള്ള വിഷയങ്ങളെക്കുറിച്ച് നിരവധി പേർ ദൈവാത്മാവിൽ പ്രവചിച്ചു പറഞ്ഞു. അവയെല്ലാം വ്യക്തമാക്കിയത് കഠിനമായ ഉപദ്രവവും ബന്ധനവും തടവറയുമൊക്കെ തന്നെ യെരുശലേമിൽ കാത്തിരിക്കുന്നു എന്നാണ്. പലരുടെ ഉപദേശങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കിട്ടി. യെരുശലേമിലേക്കുള്ള യാത്ര ഒഴിവാക്കി വരാനിരിക്കുന്ന ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുക എന്നതായിരുന്നു അത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചിന്ത തിരിച്ചായിരുന്നു. വരാനിരിക്കുന്ന ഈ കഷ്ടങ്ങൾ ദൈവഹിതവും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടിയാണ്. മാനസികമായി അതിന് താൻ തയ്യാറെടുക്കാനാണ് ദൈവം അത് മുൻകൂട്ടി അറിയിക്കുന്നത്. അദ്ദേഹം അതിന് തയ്യാറെടുത്തതാകട്ടെ കഷ്ടങ്ങൾ നേരിടുക എന്നതിനുമപ്പുറം മരിക്കാനും തയ്യാറായാണ്. മരണത്തെ പേടിയില്ലാത്ത ഒരുവനെ മറ്റെന്ത് പറഞ്ഞാണ് ഭയപ്പെടുത്താൻ കഴിയുക? മരിക്കാനും ഒരുങ്ങിയിരിക്കുന്ന പൗലോസ് സ്വന്തം ജീവനേക്കാളും വിലയേറിയതായി കണ്ടത് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ദൈവം നൽകിയ ശുശ്രൂഷ തികയ്ക്കുക എന്നതാണ്. അവസാന ശ്വാസം വരെയും പൗലോസ് ആ കാഴ്ചപ്പാടിൽ തന്നെ നിലകൊള്ളുകയും ചെയ്തു. ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കാം, എന്നാൽ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യം മറക്കാതിരിക്കണം. അതിനായി നമ്മുടെ പ്രാണനെ വിലയേറിയതായി കണ്ടില്ലെങ്കിലും ദൈവത്തിന് നമ്മുടെ ജീവൻ വിലയേറിയത് തന്നെയാണ്. സുവിശേഷം നിമിത്തം മരിക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ കൈകളിൽ അത് ഭദ്രമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.